ബൈനറി ട്രീ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. സോ ബൈനറി ട്രീസ്. സോ ബൈനറി ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രീസിനെ കുറിച്ച് പറഞ്ഞു. ട്രീസ് എന്ന് പറയുമ്പോൾ ഒരു ഹയറാർക്കിക്കൽ ഡേറ്റാ സ്ട്രക്ചർ, ഹയറാർക്കിക്കൽ രീതിയിൽ നിങ്ങൾക്ക് ഡേറ്റയെ അറേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡേറ്റാ സ്ട്രക്ചറാണ് ട്രീ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചർ. സോ ബൈനറി ട്രീയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ നോഡിനും അറ്റ്മോസ്റ്റ് 2 ചിൽഡ്രൻ അല്ലെങ്കിൽ 2 ചൈൽഡ് നോഡ്സുകളായിരിക്കും മാക്സിമം ഒരു നോഡിന് ഉണ്ടാവുക. സോ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എന്നും റൈറ്റ് ചൈൽഡ് എന്നും പറയും. സോ ബൈനറി ആസ് എ പേരിൽ പറയുന്ന പോലെ തന്നെ ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ അതിന് മാക്സിമം ഒന്നുകിൽ അതിന് 2 ചൈൽഡ് നോഡ്സ് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ചൈൽഡ് നോഡുകൾ മാത്രമേ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിന് ചൈൽഡ് നോഡ്സ് ഒന്നും ഇല്ലാതെ വരാം. സോ ഇതാണ് നമ്മൾ ബൈനറി ട്രീയിൽ പറയുന്നത്. സോ ബൈനറി ട്രീ എന്ന് പറയുമ്പോൾ ഓരോ നോഡിന് ഒന്നുകിൽ 0, 1 ഓർ 2 ചൈൽഡ് നോഡ്സ് ഉണ്ടാവാം. ലെഫ്റ്റ് ആൻഡ് ദെൻ അതുപോലെ തന്നെ ഒരു ബൈനറി ട്രീയിലെ സബ് ട്രീസിനും എന്തായിരിക്കും ബൈനറി ട്രീൻ്റെ പ്രോപ്പർട്ടി തന്നെ അത് ഫോളോ ചെയ്യും. സോ ഇവിടെ നിങ്ങൾക്കൊരു ബൈനറി ട്രീ കാണാം. ബൈനറി ട്രീ ഇവിടെ 1 എന്ന് പറയുന്നതാണ് റൂട്ട് നോഡ്. അതിന് 2 ചൈൽഡ് നോഡ്സ് ആണുള്ളത്, 2ഉം 3യും. ദെൻ അഗെയിൻ 2 നോക്കുകയാണെങ്കിൽ അതിന് 2 ചൈൽഡ് നോഡ്സ് ഉണ്ട്, 4 ആൻഡ് 5. ദെൻ 3 നോക്കുകയാണെങ്കിൽ അതിന് ചൈൽഡ് നോഡ്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു ട്രീ ബൈനറി ട്രീ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ നോഡുകൾക്ക് മാക്സിമം 2 ചൈൽഡ് നോഡ്സുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബൈനറി ട്രീ വിച്ച് നോ നോഡ് ക്യാൻ ഹാവ് മോർ ദാൻ 2 ചിൽഡ്രൻ. ദെൻ ഇവിടെ ടി എന്ന് പറയുന്ന ഒരു ബൈനറി ട്രീ കൺസിഡർ ചെയ്യാണ്. എ ഇസ് ദ റൂട്ട് നോഡ്. ദെൻ ബി എന്ന് പറയുന്നത് ഈ എയുടെ ലെഫ്റ്റ് ചൈൽഡാണ്, സി എന്ന് പറയുന്നത് റൈറ്റ് ചൈൽഡുമാണ്. ദെൻ മീൻസ് എ ഈസ് ദ ഫാദർ ഓഫ് ബി ആൻഡ് സി എന്ന് പറയാം. ദെൻ അതുപോലെ തന്നെ ബീനെയും സീനെയും നമുക്ക് എന്തെന്ന് പറയാം, സിബ്ലിങ്സ് എന്ന് വിളിക്കാം. ദെൻ ഇവിടുത്തെ ലീഫ് നോഡുകൾ എന്ന് പറയുന്നത് ഡി, എച്ച്, ഐ, എഫ് ആൻഡ് ജെ. ദീസ് ആർ കാൾഡ് ദ ലീഫ് നോഡ്സ് ഓഫ് ദാറ്റ് ബൈനറി ട്രീ എന്ന് പറയാം. So binary tree is a finite set of elements that are either empty or partitioned into 3 disjoint സബ്സെറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സബ്സെറ്റിൽ എന്ന് പറയുമ്പോൾ സിംഗിൾ എലമെൻറ്റ് കാൾഡ് ദ റൂട്ട് ഓഫ് ദ ട്രീ ഉണ്ടാവും. ദെൻ അതർ 2 സബ്സെറ്റ്സിൽ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഓർ റൈറ്റ് സബ് ട്രീസിൻ്റെ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഒന്നുകിൽ ലെഫ്റ്റ് ഓർ റൈറ്റ് സബ് ട്രീ എം ടി ആകാം. സോ അങ്ങനെയുള്ള ബൈനറി ട്രീനെയാണ്, അല്ലെങ്കിൽ ഓരോ ബൈനറി ട്രീയിലെ ഓരോ എലമെൻറ്റിനെയും നമ്മൾ പറയുന്നത് എന്തായിരിക്കും, നോഡ് ഓഫ് ദ ട്രീ എന്ന് പറയും. സോ ഇവിടെ ഒരു ബൈനറി ട്രീ ഉണ്ട്, അതിൽ 9 നോഡ്സ് ഉണ്ട്, വേർ എ ഈസ് ദ റൂട്ട് നോഡ്. ദെൻ എയുടെ ലെഫ്റ്റ് സബ് ട്രീ കാണാം, നിങ്ങൾക്ക് റൈറ്റ് സബ് ട്രീ കാണാം. ദെൻ ഓരോ നോഡുകൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ഓർ 2 ചൈൽഡ് നോഡ്സ് ആയിരിക്കും ആ നോഡുകൾക്ക് ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇനി നമുക്ക് മുന്നേ നമ്മൾ ലെവൽസിനെ കുറിച്ചിട്ടും ഹൈറ്റ് ഡെപ്ത് അങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ പറഞ്ഞിരുന്നു. ദെൻ നോഡ്സ് ഓഫ് ദ ബൈനറി ട്രീ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്മൾ ലെവൽ ബൈ ലെവൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്, ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിൽ. ദെൻ അപ്പോൾ ഇവിടെ ലെവൽ 0 എന്ന് പറയുന്ന റൂട്ട് നോഡ് എന്ന് പറയുന്നത് ഓൾവേസ് അറ്റ് ലെവൽ 0 ആയിരിക്കും. അതായത് അതിൻ്റെ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0th ഡെപ്തിലായിരിക്കും. ദെൻ റൂട്ടിൻ്റെ ചൈൽഡ് നോട്ട്സുകൾ എന്ന് പറയുന്നത് ലെവൽ 1, അതിൻ്റെ ചൈൽഡ് നോട്ട്സ് ലെവൽ 2, ദെൻ അതിൻ്റെ ചൈൽഡ് നോട്ട്സ് എന്ന് പറയുന്നത് ലെവൽ 3യിലായിരിക്കും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് ഈ ബൈനറി ട്രീൻ്റെ പ്രോപ്പർട്ടീസ്. ദെൻ അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബൈനറി ട്രീ, ദെൻ അതിനകത്ത് ഉണ്ടാകാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ലീവ് നോട്ട്സിൻ്റെ എണ്ണമാണ് 2h. സോ എച്ച് എന്ന് പറയുന്നത് ഒരു ബൈനറി ട്രീയുടെ ഹൈറ്റ് ആണ്. ഹൈറ്റ് ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ലീവ്സ് നോട്ട്സ് എന്ന് പറയുന്നത് 2h-ഉം മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് 2h+1 - 1 ആയിരിക്കും. 2h+1 - 1. സോ ഈ ഒരു ബൈനറി ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 ആണെങ്കിൽ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് ലീഫ് നോട്ട്സുകൾ എന്ന് പറയുന്നത് 2/3, ദാറ്റ് ഈസ് 8 ആയിരിക്കും. ദെൻ മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത് 2/4, h+1 4 - 1, ദാറ്റ് ഈസ് 15 നോട്ട്സുകളായിരിക്കും അതിനകത്ത് മാക്സിമം ഉണ്ടാവുക. ദെൻ ഒരു ബൈനറി ട്രീയിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ എല്ലിൽ എം നോഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. എം നോഡുകൾ ഉണ്ടെങ്കിൽ അറ്റ്മോസ്റ്റ് 2m നോഡ്സ്, L+1 നോഡിൽ 2m നോഡ്സ് ഉണ്ടാവും. അതായത് സപ്പോസ് ലെവൽ 1ൽ
2 നോഡുകളാണെന്ന് വിചാരിക്കുക. ലെവൽ 1 2 നോഡുകൾ. അങ്ങനെയാണെങ്കിൽ ലെവൽ 2 മാക്സിമം എത്ര ഉണ്ടാവും? 2 ഇൻറ്റു 2 ദറ്റ് ഈസ് 4 നോട്ട്സുകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ. ദെൻ ഒരു ബൈനറി ട്രീയിൽ ലെവൽ 0, അതായത് റൂട്ട് നോഡ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മാക്സിമം അതിനുണ്ടാവുക 2l നോഡ് അറ്റ് ലെവൽ ഐ. അതായത് ഒരു ലെവൽ ഐ എടുക്കുകയാണെങ്കിൽ 2l നോട്ട്സുകളാണ് മാക്സിമം അതിനുണ്ടാവുക. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന ഒരു ഫുൾ ബൈനറി ട്രീ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ n-1 എഡ്ജസ് ആയിരിക്കും ഉണ്ടാവുക. എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നോഡുകളെ കണക്ട് ചെയ്യുന്ന ആ ഒരു ലിങ്ക്. സോ ഇതാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനറി ട്രീസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടുള്ളത് മാക്സിമം നമ്പർ ഓഫ് ലീവ്സ്, മാക്സിമം നമ്പർ ഓഫ് നോട്ട്സ്. ദെൻ ഒരു ലെവൽ ഐയിൽ m നോട്ട്സ് ഉണ്ടെങ്കിൽ ലെവൽ l+1 2m നോട്ട്സുകൾ ഉണ്ടാവും. ദെൻ ലെവൽ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2l നോഡുകളായിരിക്കും മാക്സിമം ഉണ്ടാവുക. ഓക്കെ. ദെൻ ഇനി ബൈനറി ട്രീസിൽ തന്നെ പല ടൈപ്സ് ഓഫ് ബൈനറി ട്രീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഫുൾ ബൈനറി ട്രീ എന്താണെന്ന് നോക്കാം. സോ ഫുൾ ബൈനറി ട്രീയിൽ എന്ന് പറയുമ്പോൾ ഇതിലുള്ള എല്ലാ ഇൻറ്റീരിയർ നോഡ്സിനും എത്ര ഉണ്ടാവും? 2 ചൈൽഡ് നോഡ്സ് ഉണ്ടാവും. ദെൻ എല്ലാ ലീഫ് നോഡ്സുകളും സെയിം ഡെപ്ത് അല്ലെങ്കിൽ സെയിം ലെവലിലായിരിക്കും ഉണ്ടാവുക. സോ ഇൻറ്റീരിയർ നോഡ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എ ഈസ് എൻ ഇൻറ്റീരിയർ നോഡ്. സോ ഹിയർ ഇതെന്ന് പറയുന്ന ഒരു ഇൻറ്റീരിയർ നോഡാണ്, ഇതും ഒരു ഇൻറ്റീരിയർ നോഡാണ്, ഇതും ഒരു ഇൻറ്റീരിയർ നോഡാണ്. സോ ഇൻറ്റീരിയർ നോഡുകൾക്കെല്ലാം 2 ചൈൽഡ് നോഡ്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും 2 ചൈൽഡ് നോഡ്സുകളുണ്ട്. ദെൻ ലീഫ് നോഡുകൾ എല്ലാവരും സെയിം ലെവലിലായിരിക്കും. സപ്പോസ് ഇവിടെ ഒരു നോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇതൊരു ഫുൾ ബൈനറി ട്രീ അല്ലാത്തതിന് കാരണം എന്താണ്? ഈ ലീഫ് എന്ന് പറയുന്ന ഒരേ ലെവലിലല്ല ഉള്ളത്. സോ ഒരു ഫുൾ ബൈനറി ട്രീക്ക് l ലീഫ് നോഡുകൾ ഉണ്ടെങ്കിൽ 2l-1 നോഡുകളായിരിക്കും അതിനുണ്ടാവുക. ദെൻ ഒരു പെർഫെക്റ്റ് ഫുൾ ബൈനറി ട്രീ എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2h. നമ്പർ ഓഫ് നോഡ്സ് എന്ന് പറയുന്നത് 2h+1-1 ആയിരിക്കും. സോ ലീഫ് നോഡുകളുടെ എണ്ണം 4 ആണെങ്കിൽ ദെൻ അതിലുള്ള നമ്പർ ഓഫ് നോഡ്സുകൾ എന്ന് പറയുന്നത് 2^4-1 ആയിരിക്കും. 2^4-1 അതാണ് ഇവിടുത്തെ ഈ ഒരു ഇക്വേഷൻ. സോ ഫുൾ ബൈനറി ട്രീ നമ്മൾ പറഞ്ഞു. ഫുൾ ബൈനറി ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി നോഡ് ഹാസ് 0 or 2 ചൈൽഡ് നോഡ്സ് ഉണ്ടാവും. ദെൻ ലീഫ് നോഡുകൾ എല്ലാവരും ഒരേ എന്തായിരിക്കും? ലെവലിലായിരിക്കും ഉണ്ടാവാം. സോ ഒരു ഫുൾ ബൈനറി ട്രീ നോക്കുകയാണെങ്കിൽ എക്സെപ്റ്റ് ലീഫ് നോഡ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ നോഡുകൾക്കും 2 ചൈൽഡ് നോഡ്സുകൾ വീതമായിരിക്കും ഉണ്ടാവുക. ദെൻ ഒരു ഫുൾ ബൈനറി ട്രീ നമ്പർ ഓഫ് ലീഫ് നോഡ്സ് ഈസ് ദ നമ്പർ ഓഫ് ഇൻറ്റേർണൽ നോഡ്സ് +1 ആയിരിക്കും. ഒരു ഫുൾ ബൈനറി ട്രീയിൽ ടോട്ടൽ എത്ര ലീഫ് നോഡുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇൻറ്റേർണൽ നോഡ്സിൻ്റെ എണ്ണം +1 ആയിരിക്കും. ഓക്കെ. സോ എൽ എന്ന് പറയുന്ന നമ്പർ ഓഫ് ലീഫ് നോഡ്സ് ആണ്. ഐ എന്ന് പറയുന്ന ഇൻറ്റേർണൽ നോഡ്സ് ആണെങ്കിൽ നമുക്ക് എൽ എന്ന നമ്പർ ഓഫ് ലീഫ് നോഡ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ നമ്പർ ഓഫ് ഇൻറ്റേർണൽ നോഡ്സ് +1 എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിലുള്ള ഇൻറ്റേർണൽ നോഡ്സുകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7. സോ 7 ഇൻറ്റേർണൽ നോഡുകളാണ് ഇവിടെ ഉള്ളത്. സോ അതിൽ എത്ര ലീഫ് നോഡുകൾ ഉണ്ടാവും? നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് 7 + 1 8 ഉണ്ടോ എന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 നോഡ്സുകളുണ്ട്. സോ ഇതിൽ കൂടി നമുക്ക് അത് ഇക്വേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. നമ്പർ ഓഫ് ഇൻറ്റേർണൽ നോഡ്സുകൾ എത്രയാണെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ഇവിടെ 9 ഇൻറ്റേർണൽ നോഡ്സുകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ലീഫ് നോഡുകൾ വേണം? 10 ലീഫ് നോഡ്സുകൾ എണ്ണം. 10 ലീഫ് നോഡ്സ് ഉണ്ടോ എന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ 10 ലീഫ് നോട്ട്സുകളുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫുൾ ബൈനറി ട്രീ. സോ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ ആക്ച്വലി നിങ്ങൾ ഗേറ്റ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ അവിടെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. സോ അടുത്തത് കംപ്ലീറ്റ് ബൈനറി ട്രീ. സോ കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ലാസ്റ്റ് ലെവൽ ഒഴിച്ച് ബാക്കി എല്ലാ ലെവലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും.
ദെൻ ഇനി ഫില്ല് ചെയ്യാത്തതായിട്ടുള്ള ഏതെങ്കിലും നോഡുകളാണെങ്കിൽ അത് എവിടെയായിരിക്കും ഉണ്ടാവുക? ലെഫ്റ്റിൽ മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീസിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ. അപ്പം ഇവിടെ 1 അതിൻ്റെ 2 ഫില്ല് ചെയ്യും, 2ഉം 3ഉം ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ വരെയും ആക്ച്വലി കംപ്ലീറ്റ്ലി ബൈനറി ട്രീ ആണ്. ദെൻ ഇനി അടുത്തൊരു നോഡ് കൂടി ഉണ്ടെങ്കിൽ എവിടെയായിരിക്കും? ലെഫ്റ്റിലായിരിക്കും അടുത്ത നോഡ് ഉണ്ടാവുക. സോ ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. ഇതും ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ്. ദെൻ ഇനി ഇത് കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ലാത്തൊരു എക്സാമ്പിളോട് ഞാൻ കാണിച്ചു തരാം. സോ ഇവിടെ ഒരു നോഡ്, ദിസ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് ബൈനറി ട്രീ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ലാത്ത? നമുക്ക് ഒരേ ലെവലിലാവണം എന്ന് പറഞ്ഞു അല്ലേ. സോ ലാസ്റ്റ് ലെവൽ ഒഴിച്ച് ബാക്കി എല്ലാ ലെവലിലും എല്ലാവരും മാക്സിമം ഫില്ല് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റിലായിരിക്കണം ആദ്യം ഫില്ല് ചെയ്യേണ്ടുള്ളത്. അപ്പം ഈ ലെവൽ ഓക്കെ, അടുത്ത ലെവലിൽ 2 പേരുണ്ട്. ദെൻ നെക്സ്റ്റ് ലെവലിൽ ഫില്ല് ചെയ്യേണ്ടുന്ന ആദ്യം എവിടെ ആയിരിക്കണം ഉണ്ടാവുക? ഇവിടെ ആയിരിക്കണം നമുക്ക് ഡേറ്റ ഉണ്ടാവേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെയാണുള്ളത്. സോ അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് എ കംപ്ലീറ്റ് ബൈനറി ട്രീ. ഓക്കെ, സോ ഇതൊരു ഫുൾ ബൈനറി ട്രീ ആണ്. ഫുൾ ബൈനറി ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, എല്ലാവർക്കും ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 2 ചൈൽഡ് നോട്ട്സുകൾ ഉണ്ടാവും. ദെൻ കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുമ്പം എല്ലാവർക്കും 2 ഇൻറ്റീരിയർ നോട്ട്സുകൾക്ക് എല്ലാവർക്കും 2 ചൈൽഡ് നോട്ട്സുകൾ ഉണ്ടാവും എക്സെപ്റ്റ് ഫോർ ദി ലാസ്റ്റ് ലെവൽ. അതാണ് കംപ്ലീറ്റ് ബൈനറി ട്രീ. ദെൻ പെർഫെക്റ്റ് ബൈനറി ട്രീ. പെർഫെക്റ്റ് ബൈനറി ട്രീ എന്ന് പറയുമ്പം ഓൾ ദി ഇൻറ്റേർണൽ നോട്ട്സ് ഹാവ് 2 ചിൽഡ്രൻ. ദെൻ എല്ലാ ലീഫ് നോട്ട്സും സെയിം ലെവലിലും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ദിസ് ഈസ് ദ പെർഫെക്റ്റ് ബൈനറി ട്രീ. അപ്പോൾ എല്ലാ ലീഫ് നോട്ട്സും ഒരേ ലെവലിൽ തന്നെ ആവണം. ദെൻ ഇനി ഇവിടെ ഇങ്ങനെ നമുക്കൊരു ലീഫ് നോഡുകളോ ഇവിടെ ഇങ്ങനെ ഒരു ലീഫ് നോഡുകളോ ഒന്നും വരാൻ പാടില്ല. സോ ഇതെന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ബൈനറി ട്രീ അല്ല. സോ പെർഫെക്റ്റ് ബൈനറി ട്രീ ആവണമെങ്കിൽ എല്ലാ ലീഫ് നോട്ട്സും സെയിം ലെവലിലും എല്ലാ ഇൻറ്റേർണൽ നോട്ട്സിനും 2 ചൈൽഡ് നോട്ട്സുകൾ ഉണ്ടാവണം. ദെൻ ഇനി എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് ഫുൾ ബൈനറി ട്രീ ആണ്, പക്ഷേ കംപ്ലീറ്റ് അല്ല. ഫുൾ ബൈനറി ട്രീ ആകാൻ കാരണം എന്താ? ഓരോ നോഡുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് 0 അല്ലെങ്കിൽ 2 ചൈൽഡ് നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ 2 ചൈൽഡ് നോട്ട്സ് ഉണ്ട്, ഇതിനും 2 ചൈൽഡ് നോട്ട്സ് ഉണ്ട്, ഇതിനും 2 ചൈൽഡ് നോട്ട്സ് ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ഫുൾ ബൈനറി ട്രീ ആണ്. ദെൻ ഇനി ഇത് കംപ്ലീറ്റ് ആണോ എന്ന് നോക്കാം. കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ആദ്യം എവിടെയായിരുന്നു? ലെഫ്റ്റ് ആയിരിക്കണം എന്താണ് ഫില്ല് ചെയ്ത് പോവേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, റൈറ്റിലേക്കാണ്. അതുകൊണ്ട് ദിസ് ഈസ് നോട്ട് കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ല. ദെൻ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റും അല്ല ഫുള്ളും അല്ല. അതിൻ്റെ കാരണം എന്താ? ഒന്നെങ്കിൽ 0 ചൈൽഡ് നോഡ് അല്ലെങ്കിൽ 2 ചൈൽഡ് നോട്ട്സ് ആണ്. ഇവിടെ 1 ചൈൽഡ് നോഡാണ്. അതുകൊണ്ട് തന്നെ ഇത് ഫുൾ അല്ല, ഫുൾ ബൈനറി ട്രീ അല്ല. ദെൻ ഇനി കംപ്ലീറ്റ് അല്ലാത്ത എന്തുകൊണ്ടാണ്? ഇങ്ങനെ വരണമെങ്കിൽ ഇപ്പോൾ ഒരു ചൈൽഡ് നോട്ട്സ് മാത്രം ഉള്ളൂ, ദെൻ അതും കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇവിടെ ആയിരുന്നു നോഡെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? കംപ്ലീറ്റ് എന്ന് പറയായിരുന്നു. സോ ഇപ്പം ഇതല്ലാത്തത് കൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ് ബൈനറി ട്രീ, കംപ്ലീറ്റും അല്ല. ദെൻ ഇതെന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് ആണ് ബട്ട് നോട്ട് ഫുൾ അല്ലാത്ത എന്തുകൊണ്ടാണ്? ഇവിടെ ഈ ഒരു നോഡ് നോക്കുകയാണെങ്കിൽ അതിന് ഒരു ചൈൽഡ് നോഡ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആണ് പക്ഷേ ഫുൾ അല്ല. ദെൻ ഇത് ഫുള്ളും ആണ് കംപ്ലീറ്റും ആണ്. സോ അപ്പോൾ നിങ്ങൾക്കൊരു ട്രീ കാണുമ്പോൾ അത് എങ്ങനെയുള്ള ബൈനറി ട്രീ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയണം, വെദർ ഇറ്റ്സ് ഫുൾ ബൈനറി ട്രീ ആണോ കംപ്ലീറ്റ് ബൈനറി ട്രീ ആണോ എന്നുള്ളത്. ദെൻ അതുകൂടാതെ നമുക്ക് മറ്റൊരു ടൈപ്സുകൾ കൂടി പഠിക്കാനുണ്ട്, സ്ട്രിക്ട്ലി ബൈനറി ട്രീ. ദെൻ സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നോൺ ലീഫ് എടുക്കുകയാണെങ്കിൽ എവറി നോൺ ലീഫ് നോഡ് ഇൻ എ ബൈനറി ട്രീ ഹാസ് നോൺ എംറ്റി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സബ് ട്രീസ് ഉണ്ടാവണം. ദെൻ അങ്ങനെയുള്ള ട്രീനെയാണ് നമ്മൾ സ്ട്രിക്ട്ലി ബൈനറി ട്രീ. സ്ട്രിക്ട്ലി ബൈനറി ട്രീ ടേമിൽ തന്നെ ഉണ്ട്. അതായത് ഒരു നോൺ ലീഫ് നോഡ്, അതായത് ഇൻറ്റീരിയർ നോഡുകൾ എടുക്കുകയാണെങ്കിൽ അതിന് നോൺ എംറ്റി ലെഫ്റ്റ് സബ് ട്രീയും റൈറ്റ് സബ് ട്രീയും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് എ സ്ട്രിക്ട്ലി ബൈനറി ട്രീ. അപ്പോൾ ഇവിടെ ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ ഇതിനൊരു ഇൻറ്റീരിയർ, ഇതൊരു ലീഫ് നോഡാണ്. ദെൻ ഇൻറ്റീരിയർ നോഡാണ് 3 എന്നുള്ള നോഡ് എടുക്കുകയാണെങ്കിൽ അതിനെന്തുണ്ട്? റൈറ്റ് സബ് ട്രീ ഉണ്ട്, ലെഫ്റ്റ് സബ് ട്രീ ഉണ്ട്. ദെൻ 6 എന്ന് പറയുന്ന ഒരു ഇൻറ്റീരിയർ നോഡാണ്, അതിനെന്തുണ്ട്? ലെഫ്റ്റ് സബ് ട്രീ ഉണ്ട്, റൈറ്റ് സബ് ട്രീ ഉണ്ട്. ദെൻ ഇതെന്ന് പറയുന്നത് ലീഫ് നോഡാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ ഇത് ഇറ്റ്സ് എ സ്ട്രിക്റ്റ് ബൈനറി ട്രീ. ദെൻ
ദെൻ ഇതിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ബൈനറി ട്രീ, ഫുൾ ബൈനറി ട്രീ നമ്മൾ മുന്നേ പറഞ്ഞ എക്സാമ്പിൾസ് ആണ്. ദെൻ സ്ട്രിക്ട്ലി കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻറ്റീരിയർ നോട്ട്സുകൾ ഈ ഒരു, അതായത് ഒരാൾക്ക് ഒരു ചൈൽഡ് മാത്രമായിട്ട് ഇരിക്കത്തില്ല, അതായത് ലെഫ്റ്റ് സബ്ട്രീ മാത്രമായിട്ട് ഉണ്ടാവില്ല. അതാണ് സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്ന്. അതായത് ഒരു നോഡ് എടുക്കുകയാണെങ്കിൽ അതിന് ലെഫ്റ്റ് സബ്ട്രീയും ഉണ്ടാവും, റൈറ്റ് സബ്ട്രീയും ഉണ്ടാവും, അല്ലെങ്കിൽ ലെഫ്റ്റ് ചൈൽഡും ഉണ്ടാവും, റൈറ്റ് ചൈൽഡും ഉണ്ടാവും. അതാണ് സ്ട്രിക്ട്ലി ബൈനറി ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ദെൻ ഇനി ഇതല്ലാതെ നമുക്ക് സം ട്രീസ് കൂടിയുണ്ട്. ഡീജനറേറ്റ് ട്രീസ് എന്ന് പറയും. അതായത് ഒരു പേരൻറ്റ് നോഡ് എടുക്കുകയാണെങ്കിൽ അതിൽ ഒരൊറ്റ ചൈൽഡ് നോഡ്സ് മാത്രമേ ഉള്ളൂ, അങ്ങനെ വരാവുന്നതാണ്. സോ അതെന്ന് പറയുന്നത് എന്തുപോലെ ആക്ട് ചെയ്യും? ഒരു ലിങ്ക് ലിസ്റ്റ് പോലെ ആക്ട് ചെയ്യും. 2 ടൈപ്പാണുള്ളത്, ലെഫ്റ്റ് സ്ക്യൂഡ് ഉണ്ട്, റൈറ്റ് സ്ക്യൂഡ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ അതിന് ലെഫ്റ്റ് ചൈൽഡ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഓരോ നോഡുകൾ എടുക്കുകയാണെങ്കിൽ അതിന് ലെഫ്റ്റ് ചൈൽഡ് മാത്രമേ ഉള്ളൂ, ഗ്രോസ് ഓൺലി ലെഫ്റ്റ് സൈഡാണ്. ദെൻ റൈറ്റ് സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ ഗ്രോസ് ഓൺലി റൈറ്റ് സൈഡാണ്, റൈറ്റ് സൈഡിലേക്ക് മാത്രമായിരിക്കും അത് ഗ്രോ ചെയ്യുക. ഇനി നമുക്ക് എങ്ങനെയാണ് ബൈനറി ട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി നോക്കാം. ബൈനറി ട്രീസിനെ നമുക്ക് കോമൺ ആയിട്ട് 2 രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ദെൻ അറേ ഉപയോഗിച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷനും നോക്കാം. ദെൻ ആദ്യം നമുക്ക് അറേ ഉപയോഗിച്ചിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോ അറേ യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ ട്രീ അത് മെയിനായിട്ട് യൂസ്ഫുൾ ആവുന്ന, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി യൂസ്ഫുൾ ആവുന്നത് ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആകുമ്പോഴാണ്. അത് എന്തുകൊണ്ടാണ് മറ്റുള്ള ട്രീസിൽ യൂസ്ഫുൾ അല്ലാത്തത് എന്നുള്ളത് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ അവിടെ നമുക്ക് ഈ ട്രീനെ ഒരു അറയിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദെൻ ഓരോ പെർട്ടിക്കുലർ ഇൻഡെക്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം ഐ എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നോഡ്, ഞാനൊരു നോഡ് ഇപ്പം 1 എന്ന് പറയുന്ന ഇൻഡെക്സിലാണ് എൻ്റെ ഒരു നോഡ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിനെ എനിക്ക് എവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും? 2i+1, അതായത് 2 × 1+1, അതായത് 2 എന്ന് പറയുന്ന ഇൻഡെക്സിൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡും 2 × i+2, ദാറ്റ് ഈസ് 3 എന്ന് പറയുന്ന ഇൻഡെക്സിൽ അതിൻ്റെ റൈറ്റ് ചൈൽഡിനെയും ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ സ്റ്റോർഡ് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ൽ നിന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അറേ റെപ്രസെൻറ്റേഷൻ. ഒരു നോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഐ എന്നുള്ള ഇൻഡെക്സിലാണ് ഒരു നോഡിനെ ഞാൻ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് 2i+1-ലും റൈറ്റ് ചൈൽഡ് 2i+2-ലും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ 10 എന്ന് പറയുന്ന റൂട്ട് നോഡ്, അതിന് 9, 5, 8, 4, 2, 3 അങ്ങനെയുള്ള ചൈൽഡ് നോഡുകളാണുള്ളത്. സോ നമുക്ക് അറേ യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ അറേ ആദ്യം നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യേണ്ടുന്നത് റൂട്ട് ഓഫ് ദ ട്രീനെയാണ്. സോ 0th ഇൻഡെക്സിൽ ഞാൻ 10 എന്ന് പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്തു. ദെൻ എനിക്കറിയാം ഈ 10 എന്ന് പറയുന്ന നോഡിൻ്റെ റൈറ്റ് ചൈൽഡും ലെഫ്റ്റ് ചൈൽഡിനെയും സ്റ്റോർ ചെയ്യണം. 10ൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്ന ആരാണ്? 9. സോ അതിന് ഞാൻ സ്റ്റോർ ചെയ്യുന്നുള്ളത് 2 × അതിന് തൊട്ടടുത്തുള്ള 2 × 0+1, ദാറ്റ് ഈസ് 2 × 0+1 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 1. സോ 9 ഞാൻ ഇവിടെ സ്റ്റോർ ചെയ്തു, അടുത്ത ലൊക്കേഷനിൽ 5 സ്റ്റോർ ചെയ്തു. ദെൻ അടുത്ത എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്, ഇനി അടുത്ത നോഡ്, അതായത് 9 എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഉണ്ട്, അതാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടുള്ളത്. സോ 9 സ്റ്റോർ ചെയ്തിരിക്കുന്ന 1 എന്നുള്ള ഇൻഡെക്സിലാണ്. സോ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എവിടെയായിരിക്കും എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരിക? 2 × 1+1, ദാറ്റ് ഈസ് 3. 3 എന്നുള്ള ഇൻഡെക്സിൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡും 2 × 1+2, 2 × 1+2, 2 × 1+2 എന്ന് പറയുന്നത് എത്ര വരും? ദാറ്റ് ഈസ് 4 എന്നുള്ള ഇൻഡെക്സിൽ അതിൻ്റെ റൈറ്റ് ചൈൽഡും. സിമിലർലി 5ൻ്റെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഈ രീതിയിലായിരിക്കും നമുക്ക് സ്റ്റോർ ചെയ്യുക. സോ അപ്പോൾ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമുക്ക് അറേ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഒരു നോഡിൻ്റെ ഒരു ഇൻഡെക്സ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ 5 എന്ന് പറയുന്ന നോഡ് 2 എന്നുള്ള ഇൻഡെക്സിലാണ് ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എവിടെയായിരിക്കും, റൈറ്റ് ചൈൽഡ് എവിടെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് കണക്കാക്കാം. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒരു പാരൻറ്റിനെയും ചൈൽഡ് നോട്ട്സിനെയും നമുക്ക് ഇൻഡെക്സ് കാൽക്കുലേഷൻ ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് നാവിഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഈസിയാണ്. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആദ്യം തന്നെ എത്ര നോഡുകളുണ്ടോ അത്രയും നമുക്ക് എന്ത് വേണം? മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. സോ അതെന്ന് പറയുന്നത് സം നോട്ട്സൊക്കെ അതായത് ലീഫ് നോഡുകളാണ്, അല്ലെങ്കിൽ ഫർദർ ചൈൽഡ് നോട്ട്സ് ഒന്നും ഇല്ല എങ്കിൽ കുറേയധികം വേസ്റ്റേജിലേക്ക് പോകും. സോ ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ല. കംപ്ലീറ്റ് ബൈനറി ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഇത് ഒരു നോഡിന് 0 അല്ലെങ്കിൽ 2 ചൈൽഡ് നോട്ട്സുകൾ ഉണ്ടാവും.
സോ അങ്ങനെയുള്ളതല്ലാത്ത ഒരു ട്രീ ആണ് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ കുറേ അധികം സ്ലോട്ടുകളെന്ന് പറയുന്നത് എം ടി ആയിട്ടിരിക്കും. സോ അതുകൊണ്ട് അവിടെ ഒരു വേസ്റ്റേജ് ഓഫ് മെമ്മറി വരും. ദെൻ നമുക്കൊരു ഡൈനാമിക് ട്രീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഡൈനാമിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ആയിരിക്കത്തില്ല അറേ യൂസ് ചെയ്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ അങ്ങനെയുള്ള അത്രയും നോഡുകൾ കൺസിഡർ ചെയ്യുന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ട്രീ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ആദ്യം ഞാൻ എനെ സ്റ്റോർ ചെയ്തു. എ എന്ന് പറയുന്ന 0th ഇൻഡെക്സിൽ അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ലെഫ്റ്റ് ചൈൽഡിനെ അടുത്ത് റൈറ്റ് ചൈൽഡിനെ അടുത്ത്. ഇനി അടുത്തതായിട്ട് ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് ഡിയും റൈറ്റ് ചൈൽഡ് എഫും. ദെൻ അടുത്ത എന്താണ് സിയുടെ ലെഫ്റ്റ് ചൈൽഡ് ജി, റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് എച്ച്. ദെൻ ഇനി അടുത്ത് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടുള്ളത് ഡിയുടെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും സ്റ്റോർ ചെയ്യണം. സോ ലെഫ്റ്റും റൈറ്റും സ്റ്റോർ ചെയ്തു. ദെൻ എഫ് എന്ന് പറയുന്ന നോഡിൻ്റെ, അതായത് എഫിൻ്റെ ലെഫ്റ്റും റൈറ്റും ആണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടുള്ളത്. ഇവിടെ എഫിനും ലെഫ്റ്റും റൈറ്റും ഇല്ല. സോ അതുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്യണം, ആ ലൊക്കേഷൻ എം ടി ആയിട്ട് ഇടണം. അത് ഫ്രീ, അതിനകത്തേക്ക് വേറെ ആളെ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റത്തില്ല, അത് ഫ്രീ ആയിട്ട് ഇടണം. ദെൻ അടുത്തതായിട്ട് എനിക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്താണ്, ജി എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ആണ്. ജി എന്ന് പറയുന്ന നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ്, എം ടി ആണ്. ദെൻ റൈറ്റ് ചൈൽഡിൽ ഞാൻ കെ വെച്ചു. ദെൻ സിമിലർലി എച്ചിൻ്റെ ലെഫ്റ്റും റൈറ്റും എന്താണ്, എം ടി ആണ്. ദെൻ ഇനി അടുത്ത എന്താ, ഐയുടെ ലെഫ്റ്റും റൈറ്റും എന്താണ്, എം ടി ആണ്. ദെൻ സിമിലർലി ജെയുടെ ലെഫ്റ്റും റൈറ്റും എം ടി ആണ്. ദെൻ കെയുടെ ലെഫ്റ്റും റൈറ്റും എം ടി ആണ്. സോ അങ്ങനെ നമുക്ക് ഓരോ നോഡുകളെ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴും കുറേ അധികം ഇവിടെ വേസ്റ്റേജ് ഓഫ് മെമ്മറി കണ്ടു അല്ലേ. സോ അപ്പം ഇതിൻ്റെ കാരണം നമ്മുടെ ട്രീ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായത്. സോ അപ്പോൾ അറേ റെപ്രസെൻറ്റേഷനിൽ ഇത്രയധികം മെമ്മറി വേസ്റ്റേജ് വന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനിലേക്ക് പോയത്, ദാറ്റ് ഈസ് ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ. സോ ലിങ്ക് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി സിംപ്ലസ്റ്റ് വേ എന്ന് പറയുന്ന ഒരു ബൈനറി ട്രീ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള സിംപ്ലസ്റ്റ് വേ ആണ്. അതിലെന്ന് പറയുമ്പോൾ ഓരോ നോഡിലും ഒരു ഡേറ്റ ഉണ്ടാവും. ദെൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഉള്ള പോയിൻറ്റേഴ്സിനെയും കൂടെ സ്റ്റോർ ചെയ്യും. ദെൻ ഓരോ നോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സബ് ട്രീയിലേക്കുള്ളൊരു പോയിൻ്റർ, റൈറ്റ് സബ് ട്രീയിലേക്കുള്ള പോയിൻ്റർ, ഒരു ഡേറ്റ എലമെൻറ്റ്. സോ ഈ രീതിയിലായിരിക്കും നമ്മൾ ഒരു ലിങ്ക് ലിസ്റ്റ് രൂപത്തിൽ നമുക്കൊരു ട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ടി വരിക. സോ ഇതാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. ഇവിടെ എ എന്ന് പറയുന്നതാണ് നമ്മുടെ റൂട്ട് നോഡ്. ആ ഒരു നോഡ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ചൈൽഡിലേക്കുള്ളൊരു പോയിൻ്റർ ഉണ്ടാവും, റൈറ്റ് ചൈൽഡിലേക്കുള്ളൊരു പോയിൻ്റർ ഉണ്ടാവും. ദെൻ ആ ഡേറ്റ ഹോൾഡ് ചെയ്യാനായിട്ടൊരു പാർട്ടും. ദെൻ ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ അതിലും എന്താണ്, ഈ ഒരു രീതിയിൽ തന്നെ അതിനൊരു ഡേറ്റ പാർട്ട് ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിലേക്കുള്ള പോയിൻ്റർ. റൈറ്റ് സൈഡിലേക്ക് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പോയിൻ്റർ നള്ളാക്കിയിട്ടിരിക്കുന്നത്. ദെൻ സി എന്ന് പറയുമ്പോഴും അതിൻ്റെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്. ദെൻ ലീഫ് നോട്ട്സുകൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഡേറ്റ പാർട്ടുണ്ട്. ദെൻ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും എന്ന് പറയുന്നത് നള്ളായിരിക്കും, അല്ലെങ്കിൽ എം ടി ആയിരിക്കും. സോ ഈ രീതിയിലാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു ട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ എന്താണ് നമുക്കിങ്ങനെ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ദെൻ ഇൻസേർഷനും ഡിലീഷനും എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റനെ ഒന്നും മൂവ് ചെയ്യേണ്ട കാര്യമില്ല. ദെൻ ആ പോയിൻറ്റേഴ്സിനെ ട്രേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ നോഡുകളായിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് അതിൻ്റെ പേരൻറ്റ് നോഡ് ആരാണ്, അല്ലെങ്കിൽ ഒരു നോഡ് എത്തിയിട്ട് അതിൻ്റെ പേരൻറ്റിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. ഇപ്പം ബിയിൽ നിന്ന് എനിക്ക് അതിൻ്റെ പേരൻറ്റിലേക്ക് എത്താൻ ഒരു വഴിയില്ല, കണ്ടോ. സോ ബി എന്ന് പറയുന്ന നോഡിനകത്തുള്ള സ്റ്റോർ ചെയ്തിരിക്കുന്ന ആകെ അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ അല്ലെങ്കിൽ ലെഫ്റ്റ് സബ് ട്രീയിലേക്കുള്ള പോയിൻ്ററും റൈറ്റ് സബ് ട്രീയിലേക്കുള്ള പോയിൻ്ററുമാണ് ഒരു നോഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പേരൻ്റ് ആരാണ് എന്നുള്ളത് എനിക്കറിയാൻ ഒരു വഴിയില്ല. സോ അതാണ് നമ്മളിത് ഇവിടുത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ദെൻ നൾ പോയിൻറ്റേഴ്സ്, ഇവിടെ എല്ലാവർക്കും നൾ പോയിൻറ്റേഴ്സ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഒരു മെമ്മറി വേസ്റ്റേജ് ആയിട്ട് പറയുന്നത്. സോ അതായത് സബ് ട്രീസ് ഒന്നും ഇല്ലാത്ത, ഫർദർ ചൈൽഡ് നോട്ട്സ് ഇല്ലാത്തവരുടെ പോയിൻറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നള്ളായിട്ട് കീപ്പ് ചെയ്യുമല്ലോ. സോ അതെന്ന് പറയുന്നത് എന്താണ്, ഒരു വേസ്റ്റേജ് ആണ്.
സോ ഇതൊരു സ്ട്രക്ചറാണ്. സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഒരു ബൈനറി ട്രീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കോഡ് സ്നിപ്പറ്റാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്റ്റ് ബൈനറി ട്രീ എന്നുള്ള പേരിൽ ഞാനൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും എന്ന് പറയുന്നത് ബോത്ത് ആർ പോയിൻറ്റേഴ്സ് പോയിൻറ്റിങ് ടു ദ സെയിം നോഡ് അല്ലേ. അതുകൊണ്ടാണ് അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രക്റ്റ് ബൈനറി ട്രീ എന്ന് തന്നെ കൊടുത്തത്. ദെൻ ഇൻറ്റിജർ ഡേറ്റയുണ്ട്. ദെൻ എന്ത് ചെയ്തു, റൂട്ട് നോഡ് ഞാൻ ഇനിഷ്യലി നള്ളാക്കി വെച്ചു. അപ്പോൾ ഒരു നോഡെന്ന് പറയുമ്പോൾ അതിനൊരു ഡേറ്റ പാർട്ട് ഉണ്ടാവും, ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടാവും, റൈറ്റ് ചൈൽഡ് ഉണ്ടാവും. ഓക്കെ.